BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഇറാൻ കേന്ദ്രീകരിച്ചുള്ള രാജ്യാന്തര അവയവ കടത്തു കേസിന്റെ രേഖകൾ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണ സംഘത്തിന് നെടുമ്പാശ്ശേരി പോലീസ് കൈമാറി. ഇന്നലെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ NIA അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി രേഖകൾ കൈപ്പറ്റുകയായിരുന്നു. DGPയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണ രേഖകൾ പോലീസ് കൈമാറിയത്. അടുത്തയാഴ്ച കോടതിയിൽ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യാനാണ് നീക്കം. രാജ്യാന്തര തലത്തിൽ മനുഷ്യക്കടത്ത് നടന്നെന്ന വിലയിരുത്തലിലാണ് കേസ് NIA കൊച്ചി യൂണിറ്റ് ഏറ്റെടുത്തത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് അനുമതി കിട്ടിയതോടെ കൊച്ചിയിലെ NIA കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ പൂർത്തിയാക്കി. NIAയുടെ രാജ്യത്തെ വിവിധ യൂണിറ്റുകൾ അന്വേഷണത്തിൽ പങ്കാളിയാവും. ഡൽഹി, ചെന്നൈ, ഹൈദരാബാദ്, ബംഗളൂരു, മുംബൈ യൂണിറ്റുകളാണിവ. പ്രധാന പ്രതി ആന്ധ്ര സ്വദേശി ബെല്ലംകൊണ്ട രാംപ്രസാദിന്റെ മൊഴിപ്രകാരം ദാതാക്കളിലും സ്വീകർത്താക്കളിലും ഭൂരിഭാഗവും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. എന്നാൽ ഇവരെ ആരും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. ഇവർ ഉപയോഗിച്ചിരുന്ന സിം കാർഡ് എടുക്കാൻ നൽകിയ വിലാസത്തിൽ അന്വേഷിച്ചപ്പോൾ ആളില്ല. മറ്റാളുകളുടെ പേരിലെടുത്ത സിം കാർഡാണ് ഇവർ ഉപയോഗിക്കുന്നത്. അവർ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്തതിനാൽ മറ്റു വിവരങ്ങളും കണ്ടെത്താനായില്ല. അവയവദാതാക്കളെ കണ്ടെത്തുകയാണ് NIAയുടെ ആദ്യ ദൗത്യം. പല ടീമായി തിരിഞ്ഞ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവയവ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ CBI അന്വേഷിക്കുന്നുണ്ട്. സമാന സ്വഭാവമുള്ള കേസുകൾ കണ്ടെത്താൻ നെടുമ്പാശ്ശേരി കേസിന്റെ വിശദാംശങ്ങൾ CBIക്ക് കൈമാറും. മുഖ്യപ്രതി ഇറാനിലുള്ള പലാരിവട്ടം സ്വദേശി മധു ജയരാജിനെ പിടികൂടാൻ പോലീസ് CBI ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പോലീസ് കത്ത് നൽകിയെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ കാരണം നടപടിയായില്ല. NIA ഏറ്റെടുത്തതോടെ ഇറാൻ കേന്ദ്രീകരിച്ച് അന്വേഷണം വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷ. അവയവ വിൽപ്പനയുടെ മറവിൽ വിദേശത്തേക്ക് മനുഷ്യക്കടത്ത് നടന്നതായി പോലീസ് റിപ്പോർട്ടിലുണ്ട്. പോലീസ് FIRൽ IPC വകുപ്പ് 370 ഉൾപ്പെടുത്തിയതോടെ NIA അന്വേഷണത്തിന് പോലീസ് തന്നെ വഴി തുറക്കുകയായിരുന്നു. ഉന്നത ഏജൻസി അന്വേഷിക്കണമെന്നും പോലീസ് DGPക്കും റിപ്പോർട്ട് നൽകിയിരുന്നു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ സർവകലാശാല ഭരണ വിഭാഗത്തിന് മുൻപിൽ പ്രതിഷേധ സമരവും അവകാശ സമരവും നടത്തി. സർവകലാശാല അസിസ്റ്റന്റ് വിഭാഗം ജീവനക്കാരുടെ പ്രൊമോഷൻ ഓർഡറിലെ അപാകതകൾ പരിഹരിക്കുക, ജീവനക്കാരുടെ ഗ്രഡേഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക, സർവകലാശാല ബസിന്റെ യാത്രാ നിരക്ക് വർധന പിൻവലിക്കുക, പീഡന കേസിൽപ്പെട്ട യൂത്ത് വെൽഫെയർ ഡയറക്ടർ PK ബേബിയെ സിൻഡിക്കേറ്റിൽ നിന്ന് പുറത്താക്കി അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. യൂണിയൻ വൈസ് പ്രസിഡന്റ് KS നിസാർ, ജനറൽ സെക്രട്ടറി ആൻസൺ P. ആന്റണി, FUE വൈസ് പ്രസിഡന്റ് VS മജീദ് എന്നിവർ പ്രസംഗിച്ചു. കൊച്ചിയിൽ നടന്ന രാജ്യാന്തര JNIA കോൺക്ലേവിൽ ഹൈക്കോടതിയുടെ ഡിജിറ്റൈസേഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി AI സേവനങ്ങൾ വികസിപ്പിക്കുന്നതിന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും കേരള ഹൈക്കോടതിയും തമ്മിൽ ധാരണാപത്രം കൈമാറി. ഒരേ സ്വഭാവത്തിലുള്ള കേസുകൾ കണ്ടെത്തുക, പൊതുജനങ്ങൾക്ക് നിയമോപദേശം ലഭ്യമാക്കുന്ന ലീഗൽ GTP തയ്യാറാക്കുക, ഓട്ടോമാറ്റിക് സൈറ്റേഷൻ എഞ്ചിൻ ഫോർ ലീഗൽ കമ്പൈലേഷൻ എന്നീ 3 പ്രൊജക്ടുകൾ ഹൈക്കോടതിക്ക് വേണ്ടി നേരത്തെ കുസാറ്റ് പൂർത്തിയാക്കിയിരുന്നു. IBMന്റെ സാങ്കേതിക സഹായത്തോടെയാണിത് നിർവഹിച്ചത്. IBM വാർഡ്സ് ഓൺ X പ്ലാറ്റ്ഫോമിലാണ് AI സേവനങ്ങൾ നിർവഹിച്ചിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായി നിയമരംഗത്ത് കൂടുതൽ AI അധിഷ്ഠിത സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് ധാരണാപത്രം കൈമാറിയത്. നിയമ സംവിധാനത്തിന്റെ കാര്യക്ഷമതയും കൃത്യതയും ലഭ്യതയും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കുസാറ്റുമായുള്ള സഹകരണം തുടരാൻ ഹൈക്കോടതി താൽപര്യമെടുത്തതിനെ തുടർന്നാണിത്. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള വിധി പ്രസ്താവം, സെർച്ച് പോർട്ടൽ, ഡേറ്റ സംരക്ഷണവും രഹസ്യ സ്വഭാവവും ഉറപ്പാക്കുന്ന AI ആപ്ലിക്കേഷൻ, നിയമരംഗത്തെ സെൻസിറ്റീവായ പ്രവർത്തനങ്ങൾക്കായുള്ള ഓൺ പ്രിമിസസ് സൊല്യൂഷൻ എന്നീ സേവനങ്ങളാണ് കുസാറ്റ് ഹൈക്കോടതിക്കായി തയ്യാറാക്കുക. AI സേവനങ്ങൾ വികസിപ്പിക്കാൻ ഹൈക്കോടതി കുസാറ്റുമായി സഹകരിക്കുന്നതിൽ മന്ത്രി P. രാജു പ്രത്യേക നന്ദി അറിയിച്ചു. IT മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ഹൈക്കോടതി ഡിജിറ്റൈസേഷൻ മേഖലയിൽ ഏറെ മുന്നിൽ നിൽക്കുകയാണെന്നും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ് പറഞ്ഞു. കേസുകൾ ഓൺലൈനായി സമർപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയായി AI സേവനങ്ങൾ വികസിപ്പിക്കുന്നതിൽ ഹൈക്കോടതിയുമായി സഹകരിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും കുസാറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ PG ശങ്കരൻ പറഞ്ഞു.
അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയാൽ വീർപ്പുമുട്ടുന്ന ഫോർട്ട് കൊച്ചി ടൂറിസം മേഖലയ്ക്ക് പ്രതീക്ഷ നൽകി ഒടുവിൽ ഫോർട്ട് കൊച്ചി കടപ്പുറത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 2 കോടിയുടെ പദ്ധതിക്ക് ഭരണാനുമതി നൽകി ടൂറിസം വകുപ്പ്. അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് വകുപ്പ് തല വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമായത്. പൈതൃക നിർമ്മിതി സംരക്ഷണം, സൈറ്റ് തയ്യാറാക്കൽ, ലാൻഡ്സ്കേപ്പിംഗ്, നടപ്പാത, ഇരിപ്പിടങ്ങളുടെ നവീകരണം, വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ, തെരുവുകളിലെ കലാശില്പ നവീകരണം എന്നിവയാണ് പ്രധാനമായും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഫോർട്ട് കൊച്ചിക്ക് ഏറ്റവും അനിവാര്യമായി വേണ്ട മികച്ച രീതിയിലുള്ള ശുചിമുറി സംവിധാനം, തീരം നഷ്ടപ്പെട്ട കടപ്പുറത്തിന്റെ തീരസംരക്ഷണം, മാലിന്യ പ്രശ്നം എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് വിവരം. ചീനവലകളുടെ സംരക്ഷണം സംബന്ധിച്ചും പരാമർശമില്ല. മികച്ച ശുചിമുറി ഇല്ലാത്തത് ഫോർട്ട് കൊച്ചി ടൂറിസം മേഖലയിലെത്തുന്ന സഞ്ചാരികളെ ഏറെ പ്രയാസത്തിലാക്കുന്ന കാര്യമാണ്. ഫോർട്ട് കൊച്ചിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ശുചിമുറി സ്ഥാപിക്കുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിട്ട് 1 വർഷം പിന്നിടുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ശുചിമുറി ഉൾപ്പെടുത്തണമെന്ന ആവശ്യമാണ് മേഖലയിൽ നിന്ന് ഉയരുന്നത്. മട്ടാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് 2 വീടുകളുടെ ഗേറ്റും മതിലും തകർത്ത് മറ്റൊരു ബസ്സിൽ ഇടിച്ചുകയറി. ഫോർട്ട് കൊച്ചി വെളി മാന്ദ്ര പാലത്തിന് സമീപം ഇന്നലെ ഉച്ചയ്ക്ക് 2:30 അപകടം. 15ഓളം പേർക്ക് പരിക്കേറ്റു. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഇടക്കൊച്ചിയിലേക്ക് പോയ അലീന ബസ്സും പൂക്കാട്ടുപടിയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് വന്ന സിംസാര ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. നിയന്ത്രണം വിട്ട സിംസാര ബസ് ഒരു വീടിന്റെ ഗേറ്റും മറ്റൊരു വീടിന്റെ മതിലും വൈദ്യുതി പോസ്റ്റും തകർത്ത ശേഷമാണ് അലീന ബസ്സിലിടിച്ചത്. 2 ബസ്സുകളുടെയും മുൻവശം തകർന്നു. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി സ്വദേശികളായ ഷൈമ, നസീമ, ശ്രീകല, ഫിർസാന, വൈശാഖ്, യമുന, ഉമാദേവി, ഗായത്രി, ഷംല എന്നിവർ ഫോർട്ട് കൊച്ചി സർക്കാർ ആശുപത്രിയിലും മിർഷ മട്ടാഞ്ചേരി സംഗീത ആശുപത്രിയിലും, അലീന ബസ്സിലെ ഡ്രൈവർ സാജു പീറ്റർ, കണ്ടക്ടർ സുരേഷ് എന്നിവർ കരുവേലിപ്പടി സർക്കാർ ആശുപത്രിയിലും ചികിത്സ തേടി. നിസ്സാര പരിക്കേറ്റവർ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങി. ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്തു. യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനയുണ്ടായതോടെ അധിക ട്രിപ്പുമായി കൊച്ചി മെട്രോ. ജൂലൈ 15 മുതൽ അധിക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി കൊച്ചി മെട്രോ അറിയിച്ചു. ഒരു ദിവസം 12 ട്രിപ്പുകൾ കൂടുതലായി ഉണ്ടാവും. തിരക്കുള്ള സമയങ്ങളിൽ യാത്രക്കാരുടെ തിരക്കും ട്രെയിനുകൾക്കിടയിലുള്ള കാത്തിരിപ്പ് സമയവും കുറയ്ക്കുകയാണ് ലക്ഷ്യം. രാവിലെ 8 മുതൽ 10 വരെയും വൈകുന്നേരം 4 മുതൽ 7 വരെയുമുള്ള തിരക്കേറിയ സമയങ്ങളിലാണ് പുതിയ ഷെഡ്യൂൾ വരുന്നത്. ഈ സമയങ്ങളിൽ 7 മിനിറ്റ് ഇടവേളകളിൽ ട്രെയിനുകൾ സർവീസ് നടത്തും. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.